മിത്ത് പോലെ പറയാറുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ അഡോളസെൻ്റ് ഏജിലൊക്കെ കാണിക്കുന്നതൊന്നും അത് മെൻ്റൽ ഇൽനെസ് ഒന്നും അല്ല, അവർക്ക് മെൻ്റൽ ഇൽനെസ് ബാധിക്കാറില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഓഫ് കോഴ്സ് ദേ ക്യാൻ ഓൾസോ ബി എഫക്റ്റഡ്. ഇപ്പോൾ കുട്ടികളൊക്കെ വരികയാണ്, നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അവരൊരു ഗ്രൂപ്പുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആകാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പതിയെ മാറാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടൊന്ന് ഒരു ഫിക്സ് ടൈം എന്നുള്ളൊരു രീതിയിലല്ല പറയുന്നത്. പക്ഷേ നമ്മളൊരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ ഒരു വിഷമം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നു, then it may be a problem. ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പെൺകുട്ടികൾക്ക് കൂടുതലാകാം, അപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒന്നാണ് മെയിൽസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഫീമെയിൽസിന് എക്സ്പ്രസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മെയിൽസ് ആൽക്കഹോൾ അല്ലെ സ്മോക്കിംഗ് എന്നുള്ളൊരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അവിടെ തന്നെ വേർതിരിവ് വരുന്നുണ്ട്. മെയിൽസിന് ഒരു എക്സ്പ്രസ് ചെയ്യാനൊരു ഇതേപോലൊരു കംഫർട്ട് കിട്ടുന്നില്ലായിരുന്നു. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും കൂടെ ആവാം. നമ്മൾ കുട്ടികളുടെ കേസ് വരുവാണെങ്കിൽ മിക്കവാറും അവർക്കുണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യാനാണ് പതിവ്. അത് കുട്ടികളല്ലേ, അവരുടെ പ്രായത്തിൻ്റേതല്ലേ എന്ന് പറയും. അതിപ്പം ചിലപ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നതായിരിക്കാം. കൂടുതലും ചിലപ്പം നോർമൽ തന്നെ ആവാം. അത് നമുക്ക് എങ്ങനെയൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? അത് നോർമലാണോ അതോ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? ഒന്ന് നമ്മൾ കുട്ടികളിൽ ആക്ച്വലി ഒരു എന്താ പറയുക, മിത്ത് പോലെ പറയാറുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ അഡോളസെൻ്റ് ഏജിലൊക്കെ കാണിക്കുന്നതൊന്നും അത് മെൻ്റൽ ഇൽനെസ് ഒന്നും അല്ല, അവർക്ക് മെൻ്റൽ ഇൽനെസ് ബാധിക്കാറില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഓഫ് കോഴ്സ് ദേ ക്യാൻ ഓൾസോ ബി എഫക്റ്റഡ്. സോ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ഇഫ് ഇറ്റ് ഈസ് ബ്രിങ്ങിങ് ദം ഡിസ്ട്രെസ് അല്ലേ, അവർക്ക് സ്വയം ഒരു ഡിസ്ട്രെസ് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർക്കും ഡിസ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പം പേരൻസിനൊക്കെ മേ ബി കുറച്ചുകൂടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ആളുടെ ഒരു ഓക്കെ എന്നുള്ളൊരു രീതിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഇഫ് ദേ ഷോയിങ് സർട്ടൺ സൈൻസ്, വീണ്ടും അഡോളസൻസിൽ ടു എൻ എക്സ്റ്റെൻറ്റ് നമ്മൾ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ദേ മേ ഹാവ് കുറച്ചുകൂടെ ഇമോഷണൽ ഒരു ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. പക്ഷെ വീണ്ടും ഇഫ് ഇറ്റ്സ് ഡിസ്ട്രെസ്സിങ് ഫോർ ദെം, അവർക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ളവർക്ക് ഡിസ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ടു ജസ്റ്റ് ഗെറ്റ് എൻ ഒപ്പീനിയൻ. ലൈക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ വരികയാണ്, നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അവരൊരു ഗ്രൂപ്പുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആകാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് ചിലപ്പം അതും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ പ്രായത്തിൻ്റെ ആദ്യമായി സ്കൂളിൽ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അത് കണക്കാക്കും. ലൈക്ക് ഇപ്പോൾ ഇത് ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആവാം, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പതിയെ മാറാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടൊന്ന് ഡിപ്പെൻസ്. ഇപ്പം ആദ്യം ഒരു ആങ്സൈറ്റി കാണിക്കുന്നത് ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ അല്ലേ, നമ്മൾ നോർമൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ ആദ്യം പേരൻസിനുമായിട്ട് സെപ്പറേറ്റഡ് ആകുമ്പോൾ ഒരു ലെവൽ ഓഫ് ആങ്സൈറ്റി എക്സ്പെക്റ്റഡാണ്. എത്ര നാളത് പ്രൊലോങ് ആകുന്നുണ്ട്, റൈറ്റ്? സോ അങ്ങനെ ആ ഒരു രീതിയിലും കൂടെ നമ്മൾ നോക്കണം. ബിക്കോസ് ഒരു ലെവൽ ഓഫ് നമ്മൾ സമയം കൊടുക്കണം ഒരു കുട്ടി പുതിയൊരു എൻവയൺമെൻറ്റിൽ അഡ്ജസ്റ്റ് ആയി വരാൻ. ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ കൊടുക്കണം. പക്ഷേ ഇഫ് ഇറ്റ്സ് ഗെറ്റിംഗ് പ്രൊലോങ്ഡ്, ലൈക്ക് നമ്മൾ ഒരു ഫിക്സ് ടൈം എന്നുള്ളൊരു രീതിയിലല്ല പറയുന്നത്. പക്ഷേ നമ്മളൊരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ ഒരു വിഷമം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നു, then it may be a problem. അപ്പോഴാണ് നമ്മൾ ഒരു ഹെൽപ്പ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെയാണ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, അവർക്കുണ്ടാകുന്ന ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പെൺകുട്ടികൾക്ക് കൂടുതലാകാം, അപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒന്നാണ് മെയിൽസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. പെർഹാപ്സ് കേട്ടോ. അപ്പം അതിലൊരു വ്യത്യാസം എന്നുള്ളൊരു രീതി നമ്മൾ കാണുന്നത്
ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫീമെയിൽസ് ഇമോഷണൽ എന്നുള്ളൊരു അല്ലേ, ഇറ്റ്സ് ഓക്കെ ടു എക്സ്പ്രസ് ദ ഇമോഷൻസ് അല്ല, അതാ കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്തിരിക്കുന്നത്. പെണ്ണുങ്ങളാണെങ്കിൽ കരഞ്ഞാലും സാരമില്ല, വേറെ ബോയ്സ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് മേ നോട്ട് ബി വെരി എൻകറേജ്ഡ്. ഈ ബോയ്സ് അല്ലേ കരയാറില്ല എന്നുള്ളൊക്കെ ഒരു രീതിയിൽ ഇപ്പം ഐ തിങ്ക് ടൈംസ് ആർ ചേഞ്ചിങ് കേട്ടോ, ടൈംസ് ആർ ചേഞ്ചിങ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളോടൊന്നും ഐ നെവർ ഹിയർ ദം സേ തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മെൻ്റൽ ഇൽനെസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പ്രഷൻ കുറച്ച് വ്യത്യാസം വരും. വിമന് കുറച്ചും കൂടെ ചാൻസസ് ഡിപ്രഷൻ കാണിക്കാനും ആങ്സൈറ്റി കാണിക്കാനും ആസ് കമ്പയർഡ് ടു മെയിലിൽ ചിലപ്പം സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ളൊരു രീതിയിലായിരിക്കാം. അണ്ടർലൈങ് കോസ് മേ ബി ദ സെയിം. ഓക്കെ, അവർക്ക് ഇൻ ദ സെൻസ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് തന്നെ ആയിരിക്കാം. പക്ഷെ ഫീമെയിൽസിന് എക്സ്പ്രസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മെയിൽസ് ആൽക്കഹോൾ അല്ലെ സ്മോക്കിംഗ് എന്നുള്ളൊരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റൈറ്റ്, സോ അവിടെ തന്നെ വേർതിരിവ് വരുന്നുണ്ട്. മെയിൽസിന് ഒരു എക്സ്പ്രസ് ചെയ്യാനൊരു ഇതേപോലെ ഒരു കംഫർട്ട് കിട്ടുന്നില്ലായിരുന്നു. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും കൂടെ ആവാം. ലൈക്ക് അഫ്കോഴ്സ് ദാസ് ഒരു ജഡ്ജ്മെൻറ്റ് എലമെൻറ്റും കൂടെ ഉണ്ട് അല്ലേ. നമ്മൾ ഹെൽപ്പല്ലേ അങ്ങനെ പോയാൽ പീപ്പിൾ ടേക്ക് ഇറ്റ് അല്ലേ. സോ അങ്ങനെ സോഷ്യൽ ഒരു ആസ്പെക്റ്റാണ് ഇതിന് കൂടുതൽ. റൈറ്റ്, ഒരു കോൺസ്ട്രക്റ്റ് ഉണ്ട്, മെയിൽസ് അത്രയും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അല്ലെ, ദേ ഷുഡ് ബി ദിസ് അല്ലേ, ഇൻഡിപെൻഡൻറ്റ് മാച്ചോ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് അതും ഈ ഇമോഷണൽ ആസ്പെക്റ്റുമായിട്ട് ലിങ്ക് ആവുന്നില്ല. സോ അതുകൊണ്ടാവാം കൂടുതലും നമ്മളൊരു ജെൻഡർ ഡിഫറൻസ് കാണുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോഴേ ചിലപ്പോൾ ഡിപ്രഷനാണ് എന്ന് പറയാറുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ഫുൾ ഈ ഒരു വിഷയത്തിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അത് നമ്മൾ സ്വയം സെൽഫ് അനലൈസ് ചെയ്യാനും ശ്രമിക്കും. എനിക്കിത് തന്നെയാണോ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സ്വയമായി തന്നെ എങ്ങനെയാണ് പറ്റുക? ലൈക്ക് എല്ലായിടത്തും ഡിപ്രഷൻ എന്നൊരു വാക്ക് കേൾക്കുമ്പം നമുക്കൊരു ചെറിയ വിഷമം വരുമ്പോഴേ അത് ഡിപ്രഷനാണോ എന്നൊരു ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ടല്ലോ. ഒന്ന്, നോർമൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. ഇപ്പം നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ദാറ്റ്സ് ജസ്റ്റ് റോങ് അല്ലേ. ബാക്കി ഇമോഷൻസ് ഉണ്ട്, നമ്മൾ ബാക്കിയുള്ളതും ഫീൽ ചെയ്യണം. റൈറ്റ്, സോ ഇപ്പം ഓഫ് കോഴ്സ് കുറേയൊക്കെ കൊളൂക്കിലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് വെറുതെ ആൾക്കാർ ഇപ്പം എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ എനിക്ക് OCD ആണ് എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര ഓക്കെ അതിന് ഒന്ന് അവയർനെസ് കൂടിയത് കൊണ്ടാവാം, വേറൊന്ന് അങ്ങനെ ഈസി ഒരു യൂസേജ്, ഒരു സാധാരണ വേർഡ് പോലെ. വീണ്ടും ദാറ്റ്സ് നോട്ട് ദ കേസ് അല്ലേ. ഇപ്പം ഐ വുഡ് സജസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി ഡയഗ്നോസ് ചെയ്യാതിരിക്കുക. റൈറ്റ്, ബിക്കോസ് ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് ഗൂഗിളിൽ. നമ്മൾ ലോ മൂഡ് എന്നൊക്കെ അടിച്ച ഉടനെ ചിലപ്പോൾ ഡിപ്രഷൻ ഒക്കെ വന്നതാണ്. റൈറ്റ്, സോ ഇറ്റ്സ് ഗിവിങ് യു ദ റോങ് മെസ്സേജ്. ചിലപ്പോൾ അത് ഡിപ്രഷൻ ആവണം എന്നില്ല. എന്നത് ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഗൂഗിളിൽ ആവശ്യത്തിന് ഇൻഫർമേഷൻ ഉണ്ട് വിച്ച് അറ്റ്ലീസ്റ്റ് ഗിവ്സ് യു. ഇപ്പോൾ ഒരു ഹെൽപ്പ് ആവശ്യമുള്ള ഒരാൾക്ക് കെൻ യൂസ് ഇറ്റ് ഇൻ ദാറ്റ് ഡിറക്ഷൻ അല്ലേ. ഇപ്പം എന്താ പറയുക, ഒരാളിപ്പം ആ ഒരു ആക്സസ് നമുക്കുള്ളത് കൊണ്ട് തന്നെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഗൂഗിൾ. അതുകൊണ്ട് തന്നെ എന്താ, യു ഹാവ് ആക്സസ് ടു ഓക്കെ ഇങ്ങനെ എനിക്ക് ഇഫ് ഐ എം ഡൗട്ടിങ് ദറ്റ് ഐ ഹാവ് എ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം, എനിക്കതിന് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതിന് സീക്കാനുള്ള ഇന്ന സെൻറ്റേഴ്സ് ക്ലോസ് ബൈ അതൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. റൈറ്റ്, സോ പക്ഷേ ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് സെൽഫ് ഡയഗ്നോസ്. റൈറ്റ്, ബിക്കോസ് അതിലും ബെറ്റർ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഗോ ത്രൂ എ പ്രൊഫഷണൽ. അതെ, നമുക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനെങ്കിലും അതെ ആദ്യം തന്നെ പോകുന്നത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞപ്പം ആസ് എ സൈക്കോളജിസ്റ്റ് എന്താണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ? ഇനി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ തന്നെ കുറേ അറിവുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മളുടെ അടുത്തേക്ക് ചിലപ്പോൾ വരിക. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണ്? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്? അല്ലല്ല, മൊത്തത്തിൽ ഞാൻ ചുമ്മാ ജനറൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ, വേറെ അല്ലാതെ. ലൈക്ക് ആസ് എ സൈക്കോളജിസ്റ്റ് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ? ഓക്കെ, സോ തീർച്ചയായിട്ടും ആസ് എ സൈക്കോളജിസ്റ്റ് ഐ തിങ്ക് സിനാരിയോ നോക്കാതെ നമ്മൾ ശരിക്കും വി ആർ ലൈക്ക് ലിസണിങ് ഇയർ അല്ലേ. അവിടെ കുറേ ലൈക്ക് യു ആർ ലിസണിങ് ടു എ ലോട്ട് ഓഫ് തിങ്സ്. സോ അവിടെ വൺ തിങ് ഈസ് നമ്മൾ വി ആർ ട്രൈങ് ടു ബി ആസ് എംപത്തറ്റിക് ആസ് പോസിബിൾ. അവർക്ക് ഫീൽ ചെയ്യുന്നത് വി ആർ ട്രൈങ് ടു സീ വേർ ദേ കമ്മിങ് ഫ്രം അല്ലേ. സോ ഇതിൽ ഐ തിങ്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം അല്ലേ. വർക്ക് മാത്രമല്ല, യു ഹാവ് ടു ഡു അതർ തിങ്സ് ഓൾസോ അല്ലേ. ബിക്കോസ്
ബിക്കോസ് വർക്ക് ക്യാൻ ബി സ്ട്രെസ്ഫുൾ അല്ലേ, ഈ ഇങ്ങനെ ഡേ ഇൻ ഡേ ഔട്ട്. അതെ, സോ അതുകൊണ്ടൊരു ഐ തിങ്ക് ഒരു ബാലൻസ് വേണം. ഡൂ തിങ്സ് ദറ്റ് യു എൻജോയ് അതർ ദാൻ ദാറ്റ്. ബിക്കോസ് അല്ലെങ്കിൽ ഒരു ബേൺ ഔട്ട് അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് എന്നുള്ളൊരു രീതിയിൽ എത്താൻ പാടില്ല. ബിക്കോസ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ വർക്ക് ഓൾസോ. സോ ഒരു ബാലൻസ് വേണം. ആൻഡ് ഐ തിങ്ക് കുറച്ച് സെൽഫ് കെയർ എന്നുള്ളൊരു രീതിയിലും കൂടെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് എനിക്ക് പേഴ്സണലി കുറച്ചൊരു ഐ തിങ്ക് ടൈം ടു അൺവൈൻഡ് അല്ലേ, അത് എനിക്കൊന്ന് ഇറ്റ് ഗോസ് ഫോർ എനിബഡി അല്ലേ, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് മാത്രമല്ല എനിബഡി. കുറച്ച് നേരം നമ്മളൊന്ന് അൺവൈൻഡ് ചെയ്യണം. ടേക്ക് എ മൂമെൻറ്റ് ടു, ഇപ്പോൾ ചിലർ ജേർണൽ ചെയ്യും, ചിലർ മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ഡൂയിങ് ദോസ് തിങ്സ് അല്ലേ, ദാറ്റ് ഗിവ്സ് എസ് എ ബാലൻസ്. ഇപ്പം വർക്ക് മാത്രമല്ല, ദർ ആർ അതർ തിങ്സ് ദറ്റ് യു എൻജോയ്, സോ ഡൂ ദോസ് തിങ്സ് ഓൾസോ അല്ലേ. അങ്ങനെ നമ്മളൊരു സെൽഫ് കെയർ എന്നുള്ളൊരു രീതിയിൽ. ഈ ക്ലയൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ അറുതായ അറിവുകൾ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസോ ഇഷ്യൂസോ തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചതിനാണ്, ഇപ്പം കുറേ അറിവുകൾ ഇപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ എന്തെങ്കിലും തെറ്റായ അറിവുകൾ കൊണ്ടായിരിക്കും നമ്മളുടെ അടുത്തേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. അപ്പം അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഈ ഗൂഗിൾ ആക്സസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദാറ്റ്സ് എ ഹയർ ചാൻസ് ടു സെൽഫ് ഡയഗ്നോസ്. അതൊരു മോശക്കാര്യമായിട്ടല്ല. നമ്മളിപ്പം ആരാണെങ്കിലും അത് ചെയ്ത് നോക്കൂ അല്ലേ. ഇപ്പം ഒരു റാഷ് ഉണ്ട്, ഓക്കെ റാഷ് എന്തുകൊണ്ട് വന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ഇറ്റ്സ് ഈസി ആക്സസ് ഉണ്ട് ഇപ്പം. സോ അതുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷെ അത് ഫൈനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിന് മുൻപ് ഐ ഫീൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലേ. ബിക്കോസ് ഇത് ഇഫ് യു എന്താ പറയുക, അങ്ങനൊരു ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ദറ്റ് ഞാൻ ഇപ്പം ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ജസ്റ്റ് ബിക്കോസ് ഇതിനെക്കുറിച്ച് മുന്നേ വായിച്ചിട്ടുള്ളത് കൊണ്ട് അവർ നമ്മുടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഐ ഫീൽ അവർക്ക് ദേ ഹാവ് എ ലോട്ട് മോർ അവയർനെസ് അല്ലേ. ഇപ്പം ഇങ്ങനെ ഈസി ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ദേ ഹാവ് ലൈക്ക് സം ഐഡിയ, they've done their research. സോ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. സോ വാട്ട് ഐ നോട്ടീസ് ഇസ് he takes a lot of effort. ലൈക്ക് ഇപ്പം നമ്മൾ തെറപ്പിയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ഗോസ് ഓൺ ടു എന്താ പറയുക യൂട്യൂബ് വീഡിയോസ്, റിസർച്ച് ഒക്കെ സ്വയം ചെയ്തിട്ട് ഈസ് ലൈക്ക് ഇത് ഷുഡ് ഐ ട്രൈ ദിസ് ഓൾസോ. അത്രയും ഒരു അപ്പം ദെയർസ് ബോത്ത് സൈഡ്സ് ടു ഇറ്റ് അല്ലേ. അതിൻ്റെ പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. പക്ഷെ പ്രോസ് ഉപയോഗിക്കുന്നവരും ഉണ്ട് ഇൻ തെറപ്പി. പേടി അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ചിലപ്പോൾ മടിയാണോ എന്നൊരു ഡൗട്ട് ചിലപ്പോൾ പേഷ്യൻറ്റിന് തന്നെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്കും അത് തോന്നിയേക്കാം. അപ്പം ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? സോ ആങ്സൈറ്റിയിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താ, പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ആസ്പെക്റ്റിനെ ഇപ്പോൾ ഒരു പേടിയുള്ള ഒരു ഫിയറുള്ള ഒരു ആസ്പെക്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ സ്റ്റേജിൽ കയറാനൊരു ഫിയർ, അല്ലെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ, അല്ലെ ഇപ്പം സ്പൈഡേഴ്സിനെയൊക്കെ പേടി, നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. പ്രോബ്ലം വിത്ത് ദാറ്റ് ഈസ് അവോയ്ഡ് ചെയ്യുന്നതോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയുള്ളൂ. റൈറ്റ്. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇൻ തെറപ്പി കംഫർട്ടബിൾ ആവുന്നൊരു രീതിയിൽ നമ്മൾ ഇത് പതിയെ ആൾക്ക് ആ ഫിയറുള്ള കാര്യം നമ്മൾ പതിയെ എക്സ്പോസ് ചെയ്യുക തന്നെയാണ്. റൈറ്റ്. സോ അത് ഈ വേറൊരാൾ ചിലപ്പോൾ കണ്ടേക്കാം, പക്ഷേ ദ പേഴ്സൺ വിൽ നോ വാട്ട് ദേ ഫീലിംഗ് അല്ലേ. ഇപ്പം ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവോയ്ഡ് ചെയ്യും തോറും ആ ഫിയറിൻ്റെ അളവ് വർദ്ധിക്കുകയുള്ളൂ. സോ ഗ്രാജുവലി നമ്മൾ സേഫ് അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആവുന്നൊരു രീതിയിലേ ഉള്ളൂ തെറപ്പിസ്റ്റ് ഈ ഫിയറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എക്സ്പോസ് എക്സാമ്പിൾ പറയാമോ? സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം സ്പൈഡേഴ്സിനെ പേടിയാന്ന് തന്നെ ഇരിക്കട്ടെ. റൈറ്റ്. സോ സ്പൈഡേഴ്സിൻ്റെ വാട്ട് വി ട്രൈ ടു ഡു ഇസ് നമ്മളൊരു ഗ്രേഡഡ് എക്സ്പോഷറാണ് കൊടുക്കുന്നത്. സോ ചിലപ്പം ഒരു സ്പൈഡറിൻ്റെ പടം കാണുമ്പം എനിക്ക് കുറച്ച് പേടിയുണ്ട്, പക്ഷെ അത്ര പേടിയില്ല. ഓക്കെ. പക്ഷേ സ്പൈഡർ ഇവിടെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പേടി. സോ ദാറ്റ്സ് ദ വേർസ്റ്റ് അല്ലേ. സോ നമ്മൾ ഓക്കെ മേ ബി വിൽ സ്റ്റാർട്ട് വിത്ത് ഒരു ഇമേജ് ഓഫ് ദ സ്പൈഡർ ഫാർ അവേ. ഓക്കെ. ഓക്കെ ദാറ്റ് ഈസ് ഓക്കെ, എനിക്ക് പേടിയാ, പക്ഷേ മേ ബി ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ആൻഡ് അത് റിലാക്സേഷൻ ടെക്നീക്കുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യും. ഓക്കെ. സോ അങ്ങനെ ഗ്രാജുവലി they may be ready to approach to
കയ്യിൽ സ്പ്രേഡ്. ഓക്കെ, സോ അങ്ങനെ നമ്മളൊരു ഗ്രേഡഡ് എക്സ്പോഷറാണ് കാണിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഐഡിയ എന്താ, നമുക്ക് എക്സ്ട്രീം ആങ്സൈറ്റിയും എക്സ്ട്രീം റിലാക്സേഷൻ അറ്റ് ദ സെയിം ടൈം പറ്റില്ല, റൈറ്റ്? സോ ആങ്സൈറ്റി ഓക്കെ, അവിടെ പിക്ചർ കാണുമ്പോൾ എനിക്ക് ആങ്ഷ്യസ് ആവുന്നുണ്ട്, പക്ഷേ ഐ എം ലേണിംഗ് ടു അസോസിയേറ്റഡ് വിത്ത് റിലാക്സേഷൻ. ഇപ്പോൾ ഞാൻ റിലാക്സ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതെനിക്ക് അത്ര വലിയൊരു ടെൻഷൻ കൊണ്ടുവരുന്നില്ല. സോ അങ്ങനെ ഗ്രാജുവലി നമ്മൾ ഏറ്റവും ഫിയറുള്ള കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യുക. സമയമെടുക്കും, പറ്റില്ല. ഇതിനൊരു ടൈം പീരീഡ് ഉണ്ടോ? ലൈക്ക് ട്രീറ്റ്മെൻറ്റിന് ഇത്ര നാൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഡിപ്പെൻസ് കേട്ടോ, ഡിപ്പെൻസ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് അല്ലേ. ഇപ്പം അതിൽ കംപ്ലയൻസ്, ഇപ്പോൾ ആൾക്കാർ കോഓപ്പറേറ്റീവായിട്ട് അവർ സെഷൻസിന് വരുന്നുണ്ടോ, ആൻഡ് എന്താ പറയുക, അവരുടെ ഫാമിലി എൻവയൺമെൻറ്റ് ഒക്കെ പ്ലേസ് എ റോൾ ഇൻ ഇറ്റ് അല്ലേ. സോ ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പോൾ റെഗുലറായിട്ട് കോഓപ്പറേറ്റീവായിട്ട് വരുന്നൊരു ക്ലയൻറ്റ് വിൽ ഷോ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ് കൺസിഡറിങ് എവറിത്തിങ് എൽസ് ഇസ് ഓക്കെ അല്ലേ. സോ നമുക്കൊരു ടൈം ഫ്രെയിമായിട്ട് നമ്മൾ പറയാറില്ല, പക്ഷേ ഈച്ച് തെറപ്പി ടെക്നീക്ക് പല പല സെഷൻസ് പലൊരു ടൈം ഫ്രെയിം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പറയുക. ഇത് വർഷങ്ങളെടുക്കാൻ സാധ്യതയുണ്ടോ? ലൈക്ക് വീണ്ടും അതിൽ സിവിയറിറ്റി ഓഫ് ദ ഇൽനെസ് അല്ലേ, ഹൗ വെൽ ആർ ദേ മാനേജിങ് ഇറ്റ് അല്ലേ, അതൊക്കെ ഹാസ് ടു ഇറ്റ് പ്ലേസ് എ റോൾ അല്ലേ. സോ നമുക്ക് വർഷങ്ങളോളം മെൻ്റൽ ഇൽനെസ് ലാസ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ ലൈക്ക് ദി ഐഡിയ ഈസ് നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കുക, റൈറ്റ്? കംപ്ലീറ്റ് ഒരു ക്യൂറായിട്ട് ഫുൾ തീർന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കില്ല. ബിക്കോസ് ഇപ്പോൾ ചില എപ്പിസോഡിക് ആയിട്ടുള്ള നേച്ചറുള്ള ഇൽനെസ്സസ് ഉണ്ട്. ലൈക്ക് ഒരു എപ്പിസോഡായിരിക്കാം ഡിഫിക്കൽട്ടി, പോസ്റ്റ് വെച്ച് ഒരു നോർമൽസി പീരീഡ് ഉണ്ട്, പിന്നെ ദേ മേ ഹാവ് അനദർ എപ്പിസോഡ്. സോ അങ്ങനെയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? സോ ഡിപ്രഷൻ ഒരു റിലാപ്സ് വരാം, എഡിക്ഷൻ, ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് അങ്ങനത്തെയൊക്കെ അതിനൊക്കെ ഒരു റിലാപ്സ് വരാം. സോ നമ്മൾ തെറപ്പി ടെക്നിക്സിൽ റിലാപ്സ് പ്രിവെൻഷൻ എന്നുള്ളൊരു രീതിയിൽ നോക്കാറുണ്ട്. ബട്ട് പല പല ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് ഇൽനെസ്സസിന് ഒരു എപ്പിസോഡിക് നേച്ചറും വരാം, വീണ്ടും ഒരു റിലാപ്സ് എന്നുള്ളൊരു രീതിയിൽ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് സിംറ്റംസ് കാണിക്കുന്നു. അതിൻ്റെ റീസൺ എന്തായിരിക്കാം? ആസ് ഐ സെഡ്, ചില ഇൽനെസ്സസിന് ഒരു എപ്പിസോഡിക് അല്ല റിലാപ്സ് ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഇൻ തെറപ്പി വാട്ട് വി ഡൂയിങ് ഈസ് നമ്മൾ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഇപ്പം ഇനിയും അങ്ങനെ ഒരു ട്രിഗർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏർജ്, ഇപ്പം അഡിക്ഷൻ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഏർജ് വരുമ്പം ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ ഇനി ലൈഫിൽ ഏർജ് വരില്ല എന്നല്ല, പക്ഷേ ഐ ഹാവ് സ്കിൽസ് ടു കൺട്രോൾ ഇറ്റ് അല്ലെ, ഐ ഹാവ് സ്കിൽസ് ടു മാനേജ് ദിസ് ഇൽനെസ് എന്നതേ ഉള്ളൂ. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ് അല്ലേ. ഇപ്പം തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചുകൂടി സ്കിൽസ് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ. നമ്മൾ ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനോട് പേടിയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കാം ആൾക്ക് പേടി, ഭയങ്കര പേടിയായിരിക്കാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിൽ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വീണ്ടും കുഴപ്പം വരുന്നു. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തപ്പം വിചാരിച്ചത് നമുക്കിത് പോയെന്നാണ്, പക്ഷെ വീണ്ടും അതേ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക? സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പം മേ ബി ഇങ്ങനെ ഒരു ഫിയർ ഉള്ള ഒരാൾക്ക് ആ ഫിയർഡ് സ്റ്റിമുലസ് തന്നെ നമ്മൾ എക്സ്പോസ് ചെയ്യുക ഗ്രാജുവലി. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ വന്നാലും ദേ ആർ വെൽ ഇക്വിപ്ഡ് അല്ലേ. വേറൊരു എക്സാമ്പിൾ ഇപ്പം അപ്പം ഉദ്ദേശിച്ച് ഇപ്പം അങ്ങനെ നമുക്ക് തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ വരാത്ത ഒരു, ഇപ്പം ആസ് ഐ സെഡ്, സപ്പോസ് ഒരു ക്ലയൻറ്റിന് ഇപ്പം ഒരു ഡിപ്രസീവ് എപ്പിസോഡാണെങ്കിലും ഫസ്റ്റ് ടൈം ഒരു വന്നത് മേ ബി അറ്റ് എ സർട്ടൻ ടൈം അല്ലേ. സോ അത് നമ്മൾ വി മേ അഡ്രസ് ഇറ്റ്. പക്ഷേ മേ ബി ഒരു സിമിലർ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷന് വരുമ്പോഴത്തേക്ക് ദേ മേ ഹാവ് സിമിലർ സൈൻസ്. വീണ്ടും ഐഡിയ ഈസ് അവർക്ക് അറ്റ്ലീസ്റ്റ് തെറപ്പി, ഓൺഗോയിങ് തെറപ്പി അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ നിന്ന് അവർക്ക് കുറച്ച് സ്കിൽസ് കിട്ടിയാൽ ഈവൻ ഇഫ് ദേ സ്റ്റാർട്ട് ഷോയിങ് ദോസ് സിംറ്റംസ് അവർക്ക് കുറേയൊക്കെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, റൈറ്റ്? പക്ഷേ വീണ്ടും ഓഫ്കോഴ്സ് തിരിച്ചു വരുന്നതിൽ ദർ ഈസ് നോ ഹാം ഇൻ ഇറ്റ് അല്ലേ, റൈറ്റ്? അത് വി ഹാവ് ടു അക്നോളജ്. ചിലപ്പോൾ അത് തിരിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവാം. ചില സിറ്റുവേഷൻസിൽ മെൻ്റൽ ഇൽനെസ് ഉണ്ടാവുക, നമുക്കെന്തെങ്കിലും അബ്യൂസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തിനേലും കണ്ട് പേടിക്കുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു റീസൺ കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റ്
ഇൽനെസ്സും ഉണ്ടാകാറുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു റീസൺ അതിൻ്റെ പിന്നിലുണ്ടാവില്ല. അങ്ങനെയുള്ള രോഗങ്ങളുണ്ടോ? അതുകൊണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? തീർച്ചയായിട്ടും. ബിക്കോസ് ഈ പറഞ്ഞ ഡിപ്രഷന് തന്നെ മേ ബി ടൈംസ് നമുക്ക് പെർട്ടിക്കുലറായിട്ടൊരു കോസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്, റൈറ്റ്? വീണ്ടും ആസ് ഐ സെഡ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അല്ലേ. ഇതിൽ ജെനറ്റിക്സ് ഒരു ഫാക്ടറാണ്, നമ്മുടെ എൻവയൺമെൻറ്റ് ദറ്റ് യു ആർ ഫ്രം, ദ സോർട്ട് ഓഫ് എക്സ്പീരിയൻസസ് ദറ്റ് യു ഹാവ്. ഇപ്പോൾ പറഞ്ഞ പോലെ പേടി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ, അതൊക്കെ ദർ ആർ ഫാക്ടേഴ്സ് അല്ലേ. സോ ഇന്ന കാര്യം കൊണ്ട് മാത്രം ഡിപ്രഷൻ ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഐസൊലേറ്റ് അല്ലേ. സോ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ഹാഡ് എ ട്രോമാറ്റിക് ഇവൻറ്റ് ഇൻ യുവർ ലൈഫ്, പക്ഷേ നമ്മൾ ആ സമയത്ത് തന്നെ യു ഓപ്പൺഡ് അപ്പ് അല്ലെങ്കിൽ യു ഗോട്ട് ദാറ്റ് ഇമോഷണൽ സപ്പോർട്ട്, അതൊരു ട്രോമയാവണമെന്നില്ല, റൈറ്റ്? സോ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് മേ ബി ഡിഫറെൻറ്റ്. പക്ഷേ നമുക്ക് അങ്ങനെ ക്ലിയർ കട്ടായിട്ട് വ്യത്യാസം പറയാൻ പറ്റില്ല, റൈറ്റ്? ഈ ഡിപ്രഷൻ ഇതുകൊണ്ട് മാത്രം വന്നതാണ്, ദാറ്റ് മേ ബി എ കോസ്. ആസ് ഐ സെഡ്, ലൈക്ക് അതൊരു ട്രോമ എന്നുള്ളൊരു രീതിയിൽ ദേ മേ ഹാവ് ഒരു സൈൻസ് ഓഫ് ഡിപ്രഷൻ, പക്ഷേ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് വേരിയസ് അതർ തിങ്സ് ഓൾസോ. ഇപ്പം പെട്ടെന്ന് നമുക്ക് പലതവണ ഇപ്പം ഒരു പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇത് ഫീൽ ചെയ്യുന്ന ഒരാളാവാം. അപ്പോൾ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ സീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പിന് പോകാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പം മറ്റ് രോഗങ്ങൾക്കുള്ളതുപോലെ ഇതിന് എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡോ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പെട്ടെന്നൊന്ന് കൺട്രോളബിൾ ആക്കാനോ എന്തെങ്കിലും മാർഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ്. സോ ഇവിടെ ഓഫ് കോഴ്സ് ഒന്ന്, ഇഫ് യു ഹാവ് എ ട്രസ്റ്റഡ് പേഴ്സൺ അല്ലേ, അതൊന്ന് ഷെയർ ചെയ്യാം അല്ലേ. ബിക്കോസ് അത് മനസ്സിൽ കൊണ്ട് നടന്ന് മേ ബി നമുക്കത് പ്രോപ്പറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കാം. ഇഫ് യു ഹാവ് എ ട്രസ്റ്റഡ് പേഴ്സൺ, അത് ഐ മെൻഷൻ അഗൈൻ, നമുക്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഷെയർ ഇറ്റ് അല്ലേ. ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദാറ്റ് മേ ബി ദ ഫസ്റ്റ് ഒരു ആസ്പെക്റ്റ്. അതുകൂടാതെ എന്താ പറയുക, നമ്മളെ ജഡ്ജ് ചെയ്യാതെ എംപത്തറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റിലുള്ളവരോട് ഇറ്റ്സ് ഈസിയർ ടു ഷെയർ, റൈറ്റ്? ബിക്കോസ് ഒരു നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മേ നോട്ട് ബി ഈസി ടു ഷെയർ. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക, മേ ബി ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം പറഞ്ഞ പോലെ നമ്മളൊരു ഡിഫിക്കൽട്ടി കൂടെ പോകുമ്പോഴത്തേക്കും ഉടനെ ഒരു സെഷൻ കിട്ടാൻ മേ ബി ഡിഫിക്കൾട്ട്. പക്ഷേ ഐ മസ്റ്റ് സേ കുറേ കൂടെയൊക്കെ ദേർസ് അവന്യൂസ് ഇല്ലേ. ഇപ്പം ഓൺലൈൻ സെഷൻസ് എടുക്കുന്നത് അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇഫ് യു ഗോയിങ് ത്രൂ സംതിങ് സിവിയർ, ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക കാഷ്വാലിറ്റി അല്ലെ അങ്ങനെ തന്നെ വരുന്നതാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ബിക്കോസ് ചിലപ്പം നമുക്കിപ്പം സൂയിസൈഡൽ തോട്ട്സ് അങ്ങനെയൊക്കെ വരുമ്പം യു കാൺ വെയിറ്റ് ഫോർ അല്ലേ. സോ ഇറ്റ് മേ ബി ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഗോ ത്രൂ ഒരു ജനറൽ ഹെൽത്ത് കെയർ പോലെ തന്നെ, റൈറ്റ്? ബിക്കോസ് ഇപ്പം ക്രൈസിസ് ഇൻ്റർവെൻഷൻ അങ്ങനെയൊക്കെ ഒരു രീതിയിലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, റൈറ്റ്? സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഗോ ടു ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, അത്രയും സിവിയർ ആണെങ്കിൽ. പക്ഷേ ഇഫ് ദാറ്റ്സ് നോട്ട് ദ കേസ്, ദെൻ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു നമുക്കിപ്പം ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് ദെം, ദെൻ വി ക്യാൻ ഗോ ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ബിക്കോസ് അവർക്ക് ഇറ്റ് മേ ബി എന്താ പറയുക, ക്ലയൻറ്റിന് തന്നെ ചിലപ്പം മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ത്രൂ അല്ലേ. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ജസ്റ്റ് ഓപ്പൺ അപ്പ് ആൻഡ് ഷെയർ. അങ്ങനെ ഒരാളില്ലെങ്കിൽ നമ്മളിപ്പോൾ തനിച്ചാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെയാണ് ശരിക്കും ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ് അല്ലേ. പിന്നെ ഓഫ് കോഴ്സ് ഐ മീൻ നമുക്ക് ഇഫ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ, നമ്മൾ അപ്പം തന്നെ ഐ ഫീൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു റീച്ച് ഔട്ട് ടു എ ഡോക്ടർ, സൈക്കാട്രിസ്റ്റ് തന്നെ, റൈറ്റ്? ബിക്കോസ് അങ്ങനെ സഫർ ചെയ്യേണ്ടത് കാര്യമില്ലല്ലോ, റൈറ്റ്? പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഐ മീൻ നമുക്കങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലെങ്കിൽ ദർ ആർ സ്റ്റിൽ മൾട്ടിപ്പിൾ വേസ് ടു ഗോ ത്രൂ. നമ്മളിപ്പോൾ നമുക്കൊരു ഫിസിക്കൽ പെയിൻ വരുവാണ്, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നമുക്ക് ചിലപ്പോൾ ഒരു പെയിൻ കില്ലർ ആവാം, നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത് വരെയെങ്കിലും ആ ഒരു നൈറ്റ് ഒന്ന് കടന്നു പോകാൻ അങ്ങനെ. അതുപോലെ ഇതിനെന്തെങ്കിലും ഒരു ഇവിടെ എനിക്ക് ഇഫ് ഐ അണ്ടർസ്റ്റുഡ് യുവർ ക്വസ്റ്റ്യൻ, നമുക്ക് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസും ഉണ്ട്, അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസും ഉണ്ട് എല്ലാവർക്കും ഫോർ ദാറ്റ് മാറ്റർ കേട്ടോ. ഇപ്പം ഹെൽത്തി എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് മേ ബി ആസ് ഐ മെൻഷൻ ഷെയറിങ് ഇറ്റ് അല്ലെ, റൈറ്റിംഗ് അബൌട്ട് ഇറ്റ് അല്ലെ, വെൻറ്റിങ് ഇറ്റ് ഔട്ട്. അപ്പം ടു ആൻ എക്സ്റ്റെൻറ്റ് വെൻറ്റിങ് ഇറ്റ് ഔട്ട് ഓൾസോ. ഇപ്പം കരയുക, ഹാവിങ് എ ഗുഡ് ക്രൈ, അതൊക്കെ ഇറ്റ് മേ ഹെൽപ്പ് ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻ്റ്ലി കേട്ടോ.
പക്ഷേ മാലഡാപ്റ്റീവ് പറയുമ്പോഴത്തേക്കും എന്താ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് യൂസ് ഇതൊക്കെ എന്താ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് റിലീഫ് കൊണ്ടുവന്നുണ്ടായിരിക്കാം. ലോങ് ടേമിൽ ദാറ്റ് മേ നോട്ട് ബി ദ കേസ് റൈറ്റ്. സോ അതുകൊണ്ട് മാലഡാപ്റ്റീവായിട്ട് ഇപ്പം സെൽഫ് ഹാം ഇതൊക്കെ നമ്മൾ പറയുന്നത് ദേ മേ ബി മാലഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം. എന്തായാലും എന്താ കോപ്പിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. പക്ഷേ ആൾക്ക് അത് ഹെൽപ്ഫുൾ ആണോ അൺഹെൽപ്ഫുൾ ആണോ റൈറ്റ്. സോ ഐ തിങ്ക് ഐ ഡോണ്ട് നോ ഇഫ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ റൈറ്റ്. പക്ഷേ ഐ തിങ്ക് ഒരു ലൈക്ക് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു രീതിയിൽ ഐ ഫീൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് ദേ സോർട്ട് ഓഫ് എന്താ പറയുക ഒരു ഹാവ് എ സ്പേസ് വെർ ദേ കൻ ബി ദംസെൽവ്സ്. അല്ല ഇപ്പം കരയാണെങ്കിൽ തന്നെ ഇഫ് സംബഡി ഈസ് പോയിൻറ്റിങ് ലൈക്ക് ഇഫ് ഇറ്റ്സ് എ ബാഡ് തിങ് അല്ലെ എന്തിനാണ് കരയുന്നത് ഇതിനൊന്നും കരയേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഒരു സ്പേസ് വെർ ദേ കൻ ജസ്റ്റ് ബി ദംസെൽവ്സ്. അത്രേ ഉള്ളൂ. മേ ബി അത്ര ഉണ്ടായിരിക്കുള്ളൂ ഒരു ആവശ്യമുള്ളത് അല്ലേ. ദേ ഹാവ് എ ഗുഡ് ക്രൈ അതായിരിക്കാം മേ ബി സംതിങ് ദേ വോണ്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം റൈറ്റ്. പക്ഷേ അഗൈൻ ഡിപ്പെൻസ് ഓൺ ദ സിവിയറിറ്റി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വല്ലാത്തൊരു ഇഫ് യു ലുക്കിംഗ് അറ്റ് ഒരു സൂയിസൈഡൽ തോട്ട്സ് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ ഐ വുഡൻറ്റ് സജസ്റ്റ് എനി ഓഫ് ദീസ് തിങ്സ് അല്ലേ. വി ഹാവ് ടു റീച്ച് ഔട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം.